ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവാലി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ ഗോൾഡൻ പേജ് ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. ആ ഷെയ്ഡിലത്തെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ മൊത്തം ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ മേബിലിൻ്റെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 25 മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഡാർക്ക്നെസ് ഉള്ളതൊക്കെ ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടി നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാക്മേയുടെ റോസ് പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡർ എടുത്തിട്ടുണ്ട്. അതിന് ലൂസ് പൗഡറാണ്, നല്ലൊരു പൗഡറാണ് കേട്ടോ. പക്ഷേ ഷെയ്ഡുകൾ കുറവാണ്, പക്ഷേ പൗഡർ നന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൗഡറാണ്. നന്നായി നമ്മുടെ സ്കിന്നിലേക്ക് അലിഞ്ഞു പോകും. അത് വെച്ചിട്ട് നന്നായി എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ വാക്ക് ഫ്രീ ഐബ്രോ ഡിഫൈനർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് കാവ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷുഗറിൻ്റെ ബ്രോൺസർ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ ഒന്ന് ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അനസ്താസിയ എന്ന് പറഞ്ഞിട്ടൊരു ഹൈലൈറ്റിംഗ് കിറ്റിൽ നിന്ന് ഞാൻ കിറ്റി കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് എടുത്തിട്ട് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബേസ് ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ അക്വാ റൂജ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. അതിൽ 313 ആണ് ഷെയ്ഡ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഹാക്കാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത എന്ത് ഐ ഷാഡോ ആയാലും നമുക്ക് കുറച്ച് വേണ്ടു നന്നായി നമ്മുടെ ലിഡും അതായിട്ട് നന്നായി അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ, പോവുമില്ല. അങ്ങനെ ഒരു നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ബ്രൗൺ കളറിലുള്ളൊരു ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ക്രീസ് ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെയായിട്ട് പ്രോഡക്റ്റ് മൊത്തം നമ്മുടെ ലിഡും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഐ ഷാഡോ ആണ്. അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഐലിഡുമ്പോൾ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുക. നന്നായി പരത്തി കൊടുത്തു കഴിഞ്ഞാൽ തീരെ അവിടെ നിൽക്കില്ല. അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു യെല്ലോ ഐ ഷാഡോ എടുത്തിട്ട് ഏത് ഐ ഷാഡോ വേണമെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഷിമ്മർ ഷാഡോ പോലത്തെ ഒരു ഷാഡോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹുഡ ബ്യൂട്ടിയുടെ ഒരു കാജലുണ്ട്. അതെടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻ്റെ വാട്ടർ ലൈൻ നമ്മുടെ മുകളിലത്തെ നമ്മൾ കണ്ണെഴുതുന്ന ഭാഗമായിട്ട് നന്നായി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഐലൈനർ ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണൊന്ന് എഴുതുകയാണ്. ഞാൻ ലൈറ്റായിട്ടുള്ള ലൈൻ വരയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഐ ഷാഡോ ലുക്ക് ഐലൈനറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് അടിഭാഗം കണ്ണിൻ്റെ അടിഭാഗത്തുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്ത ആ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഡാർക്ക് ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായി അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് കാജൽ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് അടിയിൽ വാട്ടർ ലൈനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് നല്ല വിടർത്തിയിരിക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഉപയോഗിച്ച എൻ്റെ ഒരു ഹൈലൈറ്റർ പാലറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാര എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ റെഡ് കളറിലൊരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതെടുത്തിട്ട് ഞാൻ നന്നായി എൻ്റെ ലിപ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കളർ ആയതുകൊണ്ട് ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ലിപ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ലുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അപ്പം നമ്മുടെ ലുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലുക്ക് ഏത് അറ്റയറിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഏത് ലുക്കിൻ്റെ കൂടെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.